ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ടൊരു പുഡിംഗ് തയ്യാറാക്കിയാലോ. നമ്മളിവിടെ എടുത്തേക്കുന്നത് ബ്രെഡാണ്. നമ്മൾ കേക്കൊന്നും ബേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ബ്രെഡും കൊണ്ട് തന്നെ അടിപൊളി ഒരു പുഡിംഗ് തയ്യാറാക്കാം. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പുഡിംഗാണിത്, ബ്രെഡ് ഓറിയോ പുഡിംഗ്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. പ്രധാനമായിട്ടും വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ആ സൈഡ് ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് ആ നടുക്കത്തെ പോർഷനാണ് നമുക്ക് വേണ്ടത്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഹോർലിക്സും ഒരു ചെറിയ കവർ ബൂസ്റ്റുമാണ്. പിന്നെ എടുത്തേക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. നമുക്ക് വൈറ്റ് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. പിന്നെ എടുത്തേക്കുന്നത് ഓറിയോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, നമ്മൾ മിക്സിയിൽ അടിച്ചതല്ല, ചെറുതായിട്ട് കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് ഓറിയോ. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ എടുത്തേക്കുന്നതാണ് വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇത് കാണിക്കുന്നില്ല ഞാൻ ബീറ്റ് ചെയ്തത്. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് നമ്മുടെ ബ്രെഡ് ഓറിയോ പുഡിംഗ്. അപ്പം നമ്മുടെ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം. അത് നമ്മുടെ ഇഷ്ടമാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് തോനെ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ ഞാനൊരു 4 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര നല്ലപോലെ വെള്ളത്തിനകത്ത് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ചേർക്കാം. ഈ ബൂസ്റ്റ് ചേർത്തത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ ബൂസ്റ്റിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഈ ബൂസ്റ്റ് ഈ പഞ്ചസാര ലൈനുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലപോലെ തിളച്ച് റെഡിയായി വരുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഷുഗർ സിറപ്പിലോട്ട് നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് നല്ലപോലെ സോക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് അടുക്കി വെക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ നല്ലപോലെ ഷുഗർ സിറപ്പിലോട്ട് സോക്ക് ചെയ്ത് നമ്മൾ പാത്രത്തിൻ്റെ അകത്തോട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഓറിയോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓറിയോ ഒരിക്കലും നല്ലപോലെ മിക്സിയിലിട്ട് പൊടിക്കാതെ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്കിനി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. വിപ്പിംഗ് ക്രീം നമ്മൾ നല്ലപോലെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തതാണ്. ഇത് നമുക്കിനി ഇതിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്താൽ മതി. മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് നല്ലതുപോലെ ഷുഗർ സിറപ്പിൻ്റെ അകത്തോട്ട് സോക്ക് ചെയ്ത് അടുത്ത ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ആർക്ക് വേണമെങ്കിലും, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡെസേർട്ടാണ്. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത ബ്രെഡ് ആദ്യത്തെ ലെയർ ചെയ്തതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയർ നല്ലപോലെ കവർ ചെയ്ത് എടുക്കണം.
ഇപ്പം ഞാൻ ബ്രെഡെല്ലാം നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്ത പോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാം. നമ്മൾ നേരത്തെ ആദ്യത്തെ ലെയറിനകത്ത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചേർത്തതിന് ശേഷം ഓറിയോ ആയിരുന്നു ചേർത്തത്. ഞാനിപ്പോൾ ഓറിയോ ചേർക്കുന്നില്ല. നേരിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം തന്നെ ആഡ് ചെയ്യുക. വിപ്പിംഗ് ക്രീം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നല്ലപോലെ ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ ടോപ്പിങ്ങിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഹോർലിക്സ് ആണ്. ഹോർലിക്സ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി. ഒത്തിരി കവർ ചെയ്തിടണമെന്നില്ല. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടേക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ 2 ലെയറിന് ചേർത്തയാണ്. ഇതിപ്പം ടോപ്പിങ്ങിന് വേണ്ടി ഒരു ഡെക്കറേഷന് വേണ്ടി ചേർക്കുവാണ്. വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. മിൽക്ക് മെയ്ഡൊക്കെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ മണ്ടയ്ക്ക് ചേർക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഒത്തിരി ഓവർ മധുരം വേണ്ടാത്തവർക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഇത്രയും മധുരം ചേർക്കുന്നതെന്ന് വിചാരിച്ച് ഇത് ഒത്തിരി ഓവർ മധുരമാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ സാധാരണ നോർമൽ മധുരം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന ഓറിയോ ചേർക്കാം. ഇതൊക്കെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി മണ്ടയ്ക്ക് ചേർക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ 2 ലെയറിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തതാണ്. നമ്മൾ എത്രയും ഓറിയോ ചേർക്കുമ്പോൾ അത്രയും നമ്മുടെ ആ ഒരു പുഡിങ്ങിന് ഓറിയോയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ടായിരിക്കും എടുക്കണം. ഇതാണെങ്കിൽ കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.